കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ പിന്നാലെ വർഷങ്ങളോളം നടന്ന് ശല്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഉപജീവന മാർഗം തേടുന്ന ചില ബ്ലോഗർമാരെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ വരെ ഒരാളുടെ പിന്നാലെ നടന്ന് അയാളുടെ കുറ്റങ്ങളെ പറഞ്ഞ് അതിനെ കണ്ടന്റാക്കി അതിലൂടെ കിട്ടുന്ന വരുമാനം സ്വന്തം ജീവിതത്തിന് വേണ്ടിയിട്ടും സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവരോടാണ്. മതിയാകും. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് നമ്മുടെ രേണു സുധി, നമ്മുടെ സുധിയുടെ വൈഫ് രേണുവിനെ കുറിച്ചാണ്. ആ കുട്ടി ഭർത്താവ് നഷ്ടപ്പെട്ട് മക്കളെയും കൊണ്ട് ജീവിക്കാൻ പെടാപ്പാടുന്ന സമയത്ത് പലരുടെയും സഹായം കൊണ്ട് ആ കുട്ടി കലാരംഗത്തേക്ക് വരുന്നു. അതിനെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ ഷോർട്ട് ഫിലിമെങ്കിൽ ഷോർട്ട് ഫിലിം അത് ചെയ്തു പോവുകയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നവരുടെ വീട്ടിലുള്ളവരുടെ അത്രയും സൗന്ദര്യമില്ലാത്തത് കൊണ്ടോ, കമൻറ്റ് ചെയ്യുന്നവരുടെ വീടുകളിലെ ഉള്ളവരുടെ അത്രയും അംഗവടിവ് ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ല എന്നുള്ള പ്രഥമ ദൃഷ്ടിയുള്ള തെളിവുള്ളത് കൊണ്ടോ, ഇനി അവരെ എന്തും പറയാമെന്നുള്ള ഒരു ധൈര്യമുള്ളത് കൊണ്ടോ വർഷങ്ങളായിട്ട് അവരെ പിന്തുടർന്നവരെ വളരെ മോശമായിട്ട് സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിക്കുന്ന പലരെയും കുറിച്ച് കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ പറയുന്ന ആൾക്കാരെ അവരുടെ കുടുംബങ്ങളിലേക്ക് പോയാൽ അവരുടെ അമ്മയോ സഹോദരിയോ അല്ലെങ്കിൽ അവർ പെർഫെക്റ്റ് ആണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും. ഇല്ല, എന്തിലെങ്കിലും ഒരു കുറവുള്ളവർ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഇവരെ വിമർശിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് പുതിയ ഉദയം കൊള്ളുന്ന കുമിളുകളായിട്ടുള്ള സ്ത്രീ ബ്ലോഗർമാരാണ്. കഴിഞ്ഞ ദിവസം ഒരു എണ്ണം കണ്ടു. ഒരു സ്ത്രീ വന്നു നിന്നിട്ട് രേണു പറഞ്ഞ ഒരു വാക്കിൽ ഒരു ചലനത്തിൽ പിടിച്ചിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കി അതിനെ പബ്ലിഷ് ചെയ്തേക്കുവാണ്. വളരെ മോശം എന്ന് മാത്രമേ പറയാറുള്ളൂ. നിങ്ങളെപ്പോലുള്ളൊരു സ്ത്രീയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഭർത്താവോ സംരക്ഷിക്കാൻ മക്കളോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതൊന്നുമില്ലാതെ സ്വന്തം കഴിവുകൊണ്ട് സ്വന്തമായി കയറി വന്നൊരു കുട്ടിയാണ് നിങ്ങൾ, രേണു സുധി. നിങ്ങളത് മനസ്സിലാക്കും. പിന്നെ അതുപോലെ തന്നെ ഇവളിനെ എനിക്ക് നോക്കാൻ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് ചെയ്ത ഒരു പയ്യനും ഒരു സ്ത്രീയും ഉണ്ടല്ലോ. ആ സ്ത്രീ ഇതുപോലെ തന്നെ കമൻറ്റ്, അവരുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളിട്ടും അവരെ വിമർശിച്ചുമൊക്കെ വീഡിയോകൾ പല ബ്ലോഗർമാരിട്ടും ഇന്ന് അവരുടെ ആ ഒരു ക്ഷമയുടെ അതിർവരമ്പ് തെറിച്ചിട്ട് അവരിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പച്ചയ്ക്ക് തെറി പറയുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മളെല്ലാവരും അവരെ എത്തിച്ചു എന്നതാണ് സത്യം. അങ്ങനെ മനുഷ്യൻ്റെ ക്ഷമയെ പരീക്ഷിച്ച് ആ ക്ഷമ തെറ്റുന്നതിനെ കണ്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു മലയാളി സമൂഹമായിട്ട് നമ്മൾ മാറരുത്. ഒരാളെ നമ്മൾ ഒരിക്കലല്ലേ 2 പ്രാവശ്യം വിമർശിച്ച് വിട്ടുകളയുക, പിന്നെ അവരെ സമൂഹത്തിൻ്റെ ഇടയിൽ വലിച്ചു കീറിട്ട് വളരെ മോശമാക്കുന്ന വൾഗറാക്കുന്ന തരത്തിലേക്ക് മാറിപ്പോകരുത്. അങ്ങനെ ആക്കി അതിലൂടെ വ്യൂവേഴ്സിനെ ഉണ്ടാക്കി അതിലൂടെ കിട്ടുന്ന ആദായം കഴിക്കുന്നതിന് ഒരല്പമൊക്കെ ഉറപ്പ് ഉണ്ടാവണം കേട്ടോ. ഈ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ എനിക്കത് വളരെ സങ്കടവും വളരെ മോശമായിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊന്ന് സൂചിപ്പിച്ച് വിടുന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്കറിയാം ബ്ലോഗർമാരുടെ ചില വൃത്തികെട്ട രീതികളെക്കുറിച്ചാണ്. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് അഴിമതിയും ഒരുപാട് ജനപ്രദമായിട്ടുള്ള കാര്യങ്ങളിൽ കുറവുകളൊക്കെ സംഭവിച്ചിരിക്കുന്ന പല സംഭവങ്ങളുണ്ട്. അതിനെയൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് അതിലെന്തെങ്കിലും ഒരു നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ അതിൽ കൃതാർത്ഥനാവുകയാണ് വേണ്ടത്. അല്ലാതെ എല്ലാവരുടെയും കുറ്റവും കുറവും അതും ഇതൊക്കെ പറഞ്ഞിട്ട് അതിനെ വിറ്റ് ആഘോഷിക്കാൻ നിൽക്കാതെ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് പൊങ്കാല അവർ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ്. വളരെ ഭക്തിയോടെ നോമ്പ് നോറ്റ് വന്നു പൊങ്കാലയിടുന്ന സ്ത്രീകളുടെ വസ്ത്രത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് എത്തി അവിടുന്ന് വിഷ്വൽസ് പകർത്തി സ്വന്തം വ്യൂവേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ചിലരെയൊക്കെ കാണാൻ സാധിച്ചു. അതിൽ ഞാൻ ഒരു 1-2 വീഡിയോ കണ്ടപ്പോഴത്തേനും കൈകൊണ്ടും തോർത്തുകൊണ്ടും
ഒക്കെ ഈ ബ്ലോഗർമാരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് മറയ്ക്കുന്ന പെൺകുട്ടികളെയൊക്കെ കാണാൻ സാധിച്ചു. എന്നാൽ സ്വന്തം ശരീരം എക്സ്പോസ് ചെയ്യാൻ നിൽക്കുന്ന സ്ത്രീകളുടെ ചുറ്റും മണിയിന് ചുറ്റും ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാൻ പറ്റിച്ചു. അവരത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അത് നിങ്ങൾ ഇത്രയും വേഗം ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കും, എനിക്ക് ഇത്രയും ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവരുടെ ഭാഗത്തു ഉണ്ടായത് കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പരിപാടിയും അതെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ബ്ലോഗ് ചെയ്യാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളതാണ്. എന്തിലും ഒരു ന്യായവും ഒരു അന്യായവും ഉണ്ടാവണം. അന്യായത്തെ മാറ്റി നിർത്തി ന്യായത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ബാധ്യത നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ ഈ മനുഷ്യനെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മറ്റുള്ളവർ നമ്മൾ ആരെയാണോ മനുഷ്യനെയാണ് നമ്മൾ കണ്ടന്റ് ആക്കുന്നുവെങ്കിൽ അത് നമ്മളെപ്പോലുള്ളൊരാളാണ്, നമ്മളെപ്പോലുള്ളൊരു ജീവനാണ്, നമ്മളെപ്പോലെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളതൊന്നാണ്. ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഓരോ ആൾക്കാരുടെയും പിന്നാലെ നടന്ന് അവർക്ക് ഡിസ്റ്റർബാകുന്ന, അവരുടെ ജീവിതത്തെ തകർക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ബ്ലോഗുകൾ തയ്യാറാക്കാതെ നമുക്ക് നല്ലൊരു സംസ്കാരം കെട്ടിപ്പടുക്കാനുള്ള രീതിയിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നന്നാക്കി മാറ്റിയാൽ അത് നന്നായിരിക്കും. അതിന് സപ്പോർട്ട് കൂടുതലുണ്ടാവും. ഈ വൾഗർ വീഡിയോ കാണുന്ന ഒരു വ്യൂവേഴ്സ് ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ ജനങ്ങളുടെ സപ്പോർട്ടും മനസ്സും പ്രോത്സാഹനവും അത്തരം വീഡിയോകൾക്ക് പിന്നാലെ ഉണ്ടാവും. അപ്പോൾ